എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? പി ആറിന്റെ പേരിൽ മാത്രമാണ് അനുമോള് ജയിച്ചത്. പി ആർ കൊടുത്തിട്ട് ജയിക്കാനായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പൈസയുള്ള കുറച്ച് പേർക്ക് പോയിട്ട് അവിടെ പോയിരുന്ന് ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിം അല്ലേ ബിഗ് ബോസ്? അല്ലേ? പി ആർ ആർക്കാ ഇല്ലാത്ത? ഓൾമോസ്റ്റ് എല്ലാവർക്കും പി ആർ ഉണ്ട്. പി ആർ കൊടുത്തിട്ട് നിന്നിട്ട് ജയിച്ച ഒരാളെന്ന് ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഔട്ടായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചിട്ട് ഇപ്പൊ സീസൺ കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളമായി, എന്നിട്ടും ജിൻഡോ ജയിച്ചത് പി ആറിന്റെ പേരിലാന്ന് പറയുന്നത്. ഒരിക്കലും അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അവിടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നേനെ. പി ആറിന്റെ ബലത്തിലോ അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ചിലർക്ക് നമ്മുടെ മനസ്സിന്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ നമ്മൾ നിലനിന്ന് പോവുക. സർവൈവൽ ഗെയിമാണ്. പല ടൈപ്പിലുള്ള ഇത് വേണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. നമ്മുടെ സ്വഭാവത്തിലെ നല്ലതും ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ. അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഒരാൾ ഇപ്പോൾ 100% എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു വിന്നർ വരിക. 100% ഒരു 5% ചിലപ്പം ഇഷ്ടക്കേടുള്ളവരും ഉണ്ടാവും. സോ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും പി ആർ എന്ന് പറയുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം. അവർക്കും ഉള്ളിൽ ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈം അവരെങ്ങനെയാണ് യൂസ് ചെയ്തത് അതനുസരിച്ച് വോട്ടും അവിടെയുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ.